വടക്കാഞ്ചേരി വോട്ട് കോഴയിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചു. പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട വിജിലൻസ് തൃശൂർ ഡിവൈഎസ്പി ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. EU ജാഫറിന് പണം എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധന വേണമെന്ന് റിപ്പോർട്ട്. MS ലിഷോ ഈ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, ഈ വടക്കാഞ്ചേരി വോട്ട് കോഴയുമായി ബന്ധപ്പെട്ട് പണം എങ്ങനെ എവിടത്തേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്താണ്? വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന്റെ വോട്ടോടുകൂടി LDF-നോട് ഭരണം ലഭിച്ചത്. ഇതോടുകൂടിയാണ് ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ സന്ദേശം ഉൾപ്പെടെ കോൺഗ്രസ് പുറത്തുവിട്ടത്. ജാഫർ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമായി സംസാരിക്കുന്നതാണ് ആ ഒരു ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. LDF-ന്റെ ഭാഗത്തും CPM-ന്റെ ഭാഗത്തും തനിക്ക് ലക്ഷങ്ങൾ കോഴ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ആ ഒരു സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വിജിലൻസിൽ അനിൽ അക്കരെ ഉൾപ്പെടെയുള്ളവരാണ് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ആണ് ഈ കേസെടുക്കണോ വേണ്ടയോ എന്ന് വിജിലൻസ് തീരുമാനിക്കുക എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഓഡിയോയുടെ ആധികാരികത ഉൾപ്പെടെ അതുപോലെ തന്നെ ജാഫറിന് പണം ലഭ്യമായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ തോതിൽ ഒരു ആരോപണമായി രംഗത്ത് വന്നതാണ്. മറ്റത്തൂരിൽ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലായ കോൺഗ്രസിന് ഇവിടുത്തെ കോഴ ആരോപണം, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോഴ ആരോപണം വലിയ തോതിൽ ചർച്ചയാക്കാൻ കഴിയുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്.